ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ? ഈ കഥ സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം എല്ലാ കഥയുടെയും അവസാനമായിരിക്കുമല്ലോ അതിൻ്റെ മർമ്മഭാഗം ഒളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കഥയിലേക്ക് കിടക്കാം. പണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് വളരെ തിരക്കുകളോടെയായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിന് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് മൈലുകൾ താണ്ടേണ്ടിയിരുന്നു. ഈ സ്ഥലങ്ങളിലെല്ലാം തൻ്റെ കാറിലായിരുന്നു യാത്ര. ദോഷം പറയരുതല്ലോ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും എല്ലാം ഐൻസ്റ്റീനെ അനുഗ്രഹിച്ചു പോന്നിരുന്നു. ഒരിക്കൽ അവർ പരിപാടികൾക്കായി രാവിലെ പുറപ്പെട്ടു. മൈലുകൾ താണ്ടിയുള്ള യാത്ര അദ്ദേഹത്തെ ക്ഷീണിതനാക്കി. അടുത്ത വേദിയിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം ക്ഷീണിതനായി. ഒരക്ഷരം പോലും ഉരിയാടാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒട്ടുമിക്ക പണ്ഡിതരും ഇതിനുവേണ്ടി ആ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. തൻ്റെ അവസ്ഥ അദ്ദേഹം തൻ്റെ ഡ്രൈവറോട് പറഞ്ഞു. ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, താങ്കൾക്ക് പകരം ഞാൻ കയറട്ടെ. കൂടുതലായി ഒന്നും സംസാരിക്കില്ല. എത്രയോ വർഷങ്ങളായി താങ്കളുടെ കൂടെ നടക്കുന്ന ആളല്ലേ ഞാൻ. എനിക്കൊരു അവസരം തരൂ സർ. ഐൻസ്റ്റീനും വിശ്വാസമായിരുന്നു തൻ്റെ ഡ്രൈവറെ. കാരണം എന്നും എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ കോട്ട് അഴിച്ച് ഡ്രൈവർക്ക് കൊടുത്തു. വണ്ടി ഓടിച്ചത് ഡ്രൈവർ തന്നെ. എത്താറായപ്പോൾ ഡ്രൈവറുടെ സീറ്റിൽ അദ്ദേഹം ഇരുന്നു. സ്ഥലമെത്തി. വളരെ വലിയ സ്വീകരണത്തോടെ ഐൻസ്റ്റീൻ വേഷം കെട്ടിയ ഡ്രൈവറെ അവർ ആനയിച്ചു സദസ്സിലിരുത്തി. പരിപാടികൾക്ക് തുടക്കമായി. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനായി ജനങ്ങൾ ശ്വാസമടക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഊഴമെത്തി. ഒരു കൂസലുമില്ലാതെ സദസ്സിനെ വണങ്ങി മൈക്കിനരികിലെത്തി പ്രസംഗം തുടങ്ങി. ജനം അതുവരെ കേൾക്കാത്ത ശാസ്ത്ര സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് മുന്നിൽ നിരത്തി. അത് കേട്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരുന്ന യഥാർത്ഥ ഐൻസ്റ്റീൻ പോലും ഞെട്ടിപ്പോയി. അവസാനമായി വലിയ കയ്യടി. ഇത് കണ്ട് അസൂയാലുക്കളായ കുറേ ചിന്തകർ കുഴയ്ക്കുന്ന കുറേ ചോദ്യവുമായി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. ഇത് മനസ്സിലാക്കി അദ്ദേഹം ഭയം ഒട്ടും പുറമേ കാണിക്കാതെ ചോദ്യങ്ങളെ ധൈര്യപൂർവ്വം നേരിട്ടു. ആദ്യ ചോദ്യം കരുതി കൂട്ടി തന്നെ കഠിനമായ ഒന്ന് അവർ ചോദിച്ചു. ഇത് കേട്ട് സദസ്സിനെ നോക്കി അദ്ദേഹം ഉച്ചത്തിൽ ചിരിച്ചു. ഇത്രയും നിസ്സാരമായ ചോദ്യമാണോ നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചത്? സദസ്സിനെ നോക്കി അദ്ദേഹം പറഞ്ഞു. ഇത് എൻ്റെ ഡ്രൈവർ പോലും പറയും. ഇത് കേട്ട് ബുദ്ധിജീവികൾ ആകാംക്ഷയോടെ സദസ്സിലേക്ക് നോക്കി. ഇത് കണ്ട് ഒരു മൂലയിലിരുന്ന സാക്ഷാൽ ഐൻസ്റ്റീൻ സ്റ്റേജിൽ വന്ന് ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഇത് കേട്ട് എല്ലാവരും തലതാഴ്ത്തിപ്പോയി. ആരും പിന്നീട് ഒരു ചോദ്യവും ചോദിച്ചില്ല. അവർ ആ സ്വീകരണവും ഏറ്റുവാങ്ങി സന്തോഷത്തോടെ നീങ്ങി. ബുദ്ധിയും മനസാന്നിധ്യവും കരളുറപ്പും ഉള്ളവന് ജീവിതത്തിൽ ഏത് വിഷമഘട്ടവും തരണം ചെയ്യാം എന്നതിനുള്ള തെളിവാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇതുപോലുള്ള വീഡിയോ ഇനി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.